ഇതാരാണെന്ന് മനസ്സിലായോ? അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. ഞാനിപ്പോൾ ഉള്ളത് പൂച്ചാക്കല്ലാണ്. നിശാന്തേട്ടനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സംസാരിക്കാനും കേൾക്കാനും പറ്റില്ലെങ്കിലും മറ്റു ഒരുപാട് കഴിവുകൾ കൊണ്ട് ദൈവം ചേട്ടനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കേൾവിശക്തി ഇല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടു നടന്ന അത് ഞരമ്പ് വീക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 4-5 വർഷത്തിന് മുമ്പാണ് ഇയർഫോൺ വെച്ചാൽ കേൾക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ കോമഡി ഉത്സവത്തിൽ നിന്ന് നമുക്ക് ഇയർഫോൺ തന്നു. അത് കംപ്ലൈൻ്റ് ആയി പോയിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരെണ്ണം തന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം, പറയുന്ന ചുണ്ടനങ്ങനനുസരിച്ച് പറയും, അല്ലാതെ അറിയാല. പിന്നെ തയ്യൽ അവൻ നോക്കിയിരുന്നൊക്കെ പഠിച്ചെടുത്ത. ഒരുപാട് പേർക്ക് ഇദ്ദേഹം ഒരു തയ്യൽക്കാരനാണെന്ന് അറിയില്ല. സൂപ്പർമാനല്ലേ. വെട്ടിക്കെട്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കലാപരിപാടികളൊക്കെ നല്ല സൂപ്പറാണ്. നാടിൻ്റെ അഭിമാനമാണ്. അഭിമാനമാണ് നിശാന്ത്. കാരണം പുള്ളിയുടെ അവസ്ഥയും കാര്യങ്ങളും പിന്നെ പുള്ളിയുടെ ഫാമിലി ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരാൾ തന്നെയാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ സാധനവും അപ്പം തന്നെ റെഡിയാക്കി കയ്യിലേക്ക് കൊടുത്തു വിടുന്ന ഒരു തയ്യക്കാരനാണ് ഞങ്ങളുടെ നൗഷാദ്. നൗഷാദിനെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. അതെ, ഈ നാടിനല്ല കേരളക്കാരെ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. സൗണ്ട് വേണ്ട, പുള്ളി ആംഗ്യ ഭാഷയിൽ എല്ലാം പറയും, എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കി തരും. അതാണ് നിശാന്ത്. അടിപൊളിയായിട്ട് തയ്ക്കും. ആ, അത് തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2 ദിവസം കൊണ്ട് തയ്ച്ചു തരും. അതാണ് 2 ദിവസം കൊണ്ട് എല്ലാം പെട്ടെന്ന് എല്ലാം സ്പീഡ്. നമ്മൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു തരും. അവനുള്ള കഴിവ് അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത. മിമിക്രിയൊക്കെ തന്നെ നോക്കി നിന്ന് പഠിക്കണം. ചെറുപ്പം മുതൽ ഉള്ള ഒരു ശീലമാണ്. 4ാം ക്ലാസ് മുതൽ അങ്ങനെ പരിപാടിക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്തു അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഗിന്നസിലൊക്കെ കയറി. തയ്യൽക്കാരനായ നിഷാദ് കുട്ടികളെ പെയിൻറ്റിങ്ങും പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതെ, വരയ്ക്കാനും പഠിപ്പിക്കും, ചിത്രം വരക്കാനും പഠിപ്പിക്കും. അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് വര പഠിപ്പിക്കും. തയ്യൽ ജോലിക്കിടയിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ജഡ്ജും കൂടി ചെയ്യുന്ന ഒരാളാണ്. ആള് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഡ്രോയിങ് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഈ പടം വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുമായിരുന്നു. അങ്ങനെ ടീച്ചർമാർ പറഞ്ഞ് ഇവൻ അങ്ങനെ ഡ്രോയിങ്ങിനാക്കെന്ന് പറഞ്ഞ് 10 ജയിച്ച് കഴിഞ്ഞപ്പോൾ ഡ്രോയിങ്ങിനും ഉണ്ടാക്കി. 13 വർഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പെരുമ്പളം സ്കൂളിൽ. ആ ടൈമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് വന്ന സ്ഥിതിക്ക് ചേട്ടനൊരു സമ്മാനമൊക്കെ തന്നിട്ടുണ്ട്. ഇതെൻ്റെ തന്നെ ഒരു ചിത്രമാണ്, എൻ്റെ തന്നെ ഒരു ഫോട്ടോ ചേട്ടൻ വരച്ചിരിക്കുകയാണ്. പിന്നെ തമ്പുരാൻ നമുക്ക് വളർത്താൻ തന്നെ അല്ലേ, സന്തോഷത്തോടെ വളർത്തിയ അവരുടെ കാര്യത്തിൽ നമുക്ക് അഭിമാനമുള്ള അവരുടെ ജീവിതം തിരഞ്ഞെടുക്കണം. നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ.